സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഇലക്ഷന് മുന്നോടി പ്രഖ്യാപിച്ച 2 മാസത്തെ റേഷൻ വിതരണം നാളെ ഏപ്രിൽ 4 തീയതി മുതൽ ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2026 ഏപ്രിൽ 9 തീയതിയാണ് സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്. ഇതിന് മുന്നോടിയായി ഏപ്രിൽ മാസത്തിൽ വിതരണം ആരംഭിക്കുന്ന ഏപ്രിൽ റേഷനോടൊപ്പം മെയ് റേഷൻ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇരട്ടി റേഷൻ ലഭിക്കുന്നതാണ്. നാളെ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് 60 കിലോ അരിയും 4 കിലോ ഗോതമ്പും 6 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. സ്ഥിരമായി ലഭിച്ചിരുന്ന പഞ്ചസാര ഈ 2 മാസങ്ങളിൽ ഇല്ല. പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഓരോ അംഗങ്ങൾക്കും 8 കിലോ വീതം അരിയും 2 കിലോ ഗോതമ്പും ലഭിക്കും. അങ്ങനെ 10 കിലോ ആണ് ഓരോ വ്യക്തിക്കും ലഭിക്കുക. 10 അംഗങ്ങളോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് 1 ക്വിൻ്റലിന് മുകളിലാണ് ഭക്ഷ്യധാന്യം ലഭിക്കുന്നത്. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 8 കിലോ ഗോതമ്പ് കുറച്ച് പകരം 8 പാക്കറ്റ് ആട്ട നൽകുന്നതാണ്. റേഷൻ കാർഡിൽ 4 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക, ഗോതമ്പ് ലഭിക്കില്ല. പിങ്ക് റേഷൻ കാർഡിന് ഓരോ ആട്ടക്കും 9 രൂപ വീതം നൽകണം. നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ വ്യക്തിക്കും 4 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ 2 മാസത്തെ സ്പെഷ്യലായും കൊണ്ട് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. കൂടാതെ 6 ആട്ട വാങ്ങാവുന്നതാണ്. 17 രൂപ നിരക്കിലാണ് വാങ്ങാൻ കഴിയുക. വെള്ള റേഷൻ കാർഡിന് 10 കിലോ അരിയാണ് ആകെ ഈ 2 മാസത്തേക്ക് അനുവദിച്ചിട്ടുള്ളത്. 10 രൂപ 90 പൈസ നിരക്കിലാണ് അത് ലഭിക്കുക. 6 ആട്ടയും വെള്ള റേഷൻ കാർഡിനുണ്ട്. ഒരു ആട്ടയ്ക്ക് 17 രൂപ നിരക്കിലാണ് നൽകേണ്ടി വരുന്നത്. ബ്രൗൺ റേഷൻ കാർഡിന് 4 കിലോ അരിയാണ് ഈ 2 മാസത്തേക്കുള്ളത്. 10 രൂപ 90 പൈസ നിരക്കിലാണ് അരി ലഭിക്കുക. 17 രൂപയ്ക്ക് 2 ആട്ടയും ഈ 2 മാസത്തേക്കുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് വാങ്ങാം. ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ മെയ് മാസത്തെ റേഷൻ വാങ്ങാം എന്നുള്ളതാണ് ഇതിലുള്ള പ്രത്യേകത. ഈ മാസത്തേലും മെയ് മാസം 30 വരെ ഇതെല്ലാം വാങ്ങാം. ഏപ്രിൽ മാസത്തിൽ ഇതൊന്നും വാങ്ങിയിട്ടില്ല എങ്കിൽ മെയ് മാസം 30 വരെ ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മണ്ണെണ്ണയുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് 1/2 ലിറ്ററുമാണ് ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ ലഭിക്കുക. കഴിഞ്ഞ മാസം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. കഴിഞ്ഞ മാസം വാങ്ങാത്തവർക്ക് ഈ മാസം വാങ്ങാം, ഇല്ലെങ്കിൽ അടുത്ത മാസവും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ മെയ് 30 മുമ്പ് അതെല്ലാം വാങ്ങണമെന്നുള്ളതാണ്. എല്ലാം ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ അരി, അതായത് ഇപ്പോൾ ദേശാഭിമാനിയിലൊക്കെ 60 കിലോ അരി മഞ്ഞ റേഷൻ കാർഡിന് എന്നൊക്കെ പറഞ്ഞ് വലിയ പരസ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് 2 മാസത്തെ അരിയാണ്. മെയ് മാസം 4 തീയതിയാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. അപ്പോൾ പുതിയ ഭരണസമിതിയാണ് നമുക്ക് വരാൻ പോകുന്നത്. LDF ആയാലും UDF ആയാലും നിലവിലുള്ള 2ാം പിണറായി സർക്കാർ അവസാനിച്ച് 3ാം പിണറായി സർക്കാരോ അല്ലെങ്കിൽ UDFൻ്റെ ഒരു ഭരണസമിതിയോ വരാൻ പോകുന്നു. അപ്പോൾ അവരായിരിക്കും മെയ് മാസത്തെ റേഷൻ വിതരണം ചെയ്യേണ്ടത്. പക്ഷേ അതിനു മുമ്പ് ഏപ്രിൽ മാസത്തിൽ വാങ്ങുകയാണെങ്കിൽ മെയ് മാസം റേഷൻ ഉണ്ടാകില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. സപ്ലൈകോയിൽ നിന്ന് വിഷു കിറ്റ് വാങ്ങാവുന്നതാണ്. 16 തീയതി വരെയാണ് വാങ്ങാൻ കഴിയുക. 16 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള വിഷു കിറ്റിന് 1001 രൂപയാണ് നൽകേണ്ടത്. 1250 രൂപയ്ക്ക് മുകളിലുള്ള വില വരുന്ന സാധനങ്ങൾ ഇതിൽ നിന്നും ലഭിക്കുന്നതാണ്. 20 കിലോ അരി 25 രൂപ നിരക്കിലും സബ്സിഡി സാധനങ്ങളും 8 കിലോ അരി ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങളും വാങ്ങാവുന്നതാണ്. 1 രൂപയ്ക്ക് മുകളിലുള്ള സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് 101 രൂപയുടെ ഒരു ഫുഡ് കൂപ്പൺ ലഭിക്കുന്നതാണ്. അത് മെയ് 30 വരെ റിഡീം ചെയ്യാവുന്നതാണ്. അതായത് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ കാർഡ് കൊടുത്ത് അതിൻ്റെ വില 101 രൂപ കുറക്കാൻ കഴിയുന്നതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്ന്, നമുക്ക് ഇലക്ഷൻ വരുന്നത് 9 തീയതിയാണ്. 10 തീയതിയും 11 തീയതിയും സപ്ലൈകോയിൽ നിന്നും വോട്ട് ചെയ്ത മഷി കാണിച്ചു കൊടുത്താൽ 1 രൂപയ്ക്ക് ശബരിയുടെ പുട്ടുപൊടി 1 കിലോയുടേത് വാങ്ങാവുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.